കോഷി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 3x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ കോഷി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണ്, അതിന്റെ ഫോം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എക്സ് റൈസ് ടു എൻ ഡി റൈസ് ടു എൻ വൈ ഡി എക്സ് റൈസ് ടു എൻ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതെന്താണെന്ന്, കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന്. അപ്പൊ അതിന്റെ സാധാരണയുള്ള സൊല്യൂഷൻ രീതി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ടി എന്ന് കൊടുക്കുന്നു. സോ ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു ടി എന്ന് കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റാം, എക്സ് സ്ക്വയർ വരുമ്പോൾ ഡി ഇൻറ്റു ഡി മൈനസ് വൺ ഇൻറ്റു വൈ പ്ലസ് 3 ഇൻറ്റു എക്സ് ഡി വൈ ബൈ ഡി എക്സ് ആകുമ്പോൾ ഡി വൈ ഉണ്ട്, dy പ്ലസ് വൈ അല്ലെ, y ഈസ് ഈക്വൽ ടു എന്താണ്, ഈ ഒരു ഇക്വേഷൻ ആണെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താ വരുന്നത്, നമ്മൾ ഈ ഒരു സാധനം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി സ്ക്വയർ വൈ മൈനസ് ഡി വൈ പ്ലസ് 3 dy പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സിന് പകരം ഇ റൈസ് ടു ടി കൊടുത്തു, ദ ഹോൾ സ്ക്വയർ കൊടുത്തു. ഇതിന്ന് മൈനസ് ഡി വൈ പ്ലസ് 3 dy 3 മൈനസ് 1 അല്ലെ 2 ആണ് കിട്ടുന്നത്. സോ ഇത് ഒരുമിച്ച് എഴുതുമ്പോൾ ഡി സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1 ഇൻറ്റു വൈ എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു ഇതാണ്. ഇനി നമ്മൾക്കറിയാം ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ വരുന്ന, y ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ, ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. നമ്മൾ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതി, അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതി, എം സ്ക്വയർ പ്ലസ് 2m പ്ലസ് 1 ഈക്വൽ ടു 0. അത് നമുക്ക് എം പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണെന്ന് ഒറ്റയടിക്ക് മനസ്സിലായി. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് എം ഈക്വൽ ടു -1 ആണ് അല്ലെ, റിയൽ ആൻഡ് റിപ്പീറ്റഡ് സൊല്യൂഷൻ. സോ നമുക്ക് എങ്ങനെ എഴുതാം, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 പ്ലസ് c2 ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ആണ്. കാരണം എന്താണ്, നമ്മളുടെ രീതി എങ്ങനെയായിരുന്നു, c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റൈസ് ടു m1 എക്സ് അല്ലെങ്കിൽ ഇ റൈസ് ടു എം എക്സ് അല്ലെ. അപ്പൊ c1 പ്ലസ് c2 ഇവിടെ എക്സിന് പകരം ടി ആണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇ റൈസ് ടു -1 ആയതുകൊണ്ട് മൈനസ് ടി. പിന്നെ ഒരു കാര്യം, കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലിനും പകരം നിങ്ങൾ പല അക്ഷരങ്ങൾ ഉപയോഗിക്കും, വൈ സിയും വൈ പി എന്ന് പറയും, അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷനിലെ ഹോമോജീനിയസ് സൊല്യൂഷൻ ആയതുകൊണ്ട് വൈ എച്ച് എന്ന് പറയും, വൈ പിക്ക് പകരം പർട്ടിക്കുലർ ഇന്റഗ്രൽ പി ഐ എന്ന് പറയും, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയും, കോംപ്ലിമെന്ററി സൊല്യൂഷൻ എന്ന് പറയും. അതിൽ ഏത് അക്ഷരം ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു സാധനം തന്നെയാണ് മനസ്സിൽ വരേണ്ടത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഞാൻ ആ ഇക്വേഷൻ അതേപോലെ ഒന്നുകൂടി എഴുതി, ഡി പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വൈ, ഈ സാധനം മാറ്റിയിട്ട് ഡി പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു ഇതെന്ന് എഴുതി. അപ്പൊ ഇത് അപ്പുറത്ത് പോകുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 ബൈ 1 മൈനസ് ഇ റൈസ് ടു ടി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഈ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ, ഡി പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, 1 ബൈ ഡി പ്ലസ് 1 ഇൻറ്റു 1 ബൈ ഡി പ്ലസ് 1 ഇൻറ്റു ഈ സാധനം. എന്നിട്ട് ഞാൻ ആ 1 ബൈ ഡി പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അത് എഴുതിയിട്ടുണ്ട്, 1 ബൈ ഡി പ്ലസ് 1 ഇൻറ്റു ബാക്കി വരുന്ന സാധനത്തിന് ഞാൻ എന്ത് വിളിച്ചു, യു എന്ന് വിളിച്ചു. നോക്കിയേ, അപ്പൊ യു ആരായിരിക്കും ഇവിടെ, ഇനി ബാക്കിയുള്ളത് 1 ബൈ ഡി പ്ലസ് 1 ഇൻറ്റു ഈ സാധനം അല്ലേ, 1 ബൈ ഡി പ്ലസ് 1 ഇൻറ്റു ഈ സാധനത്തിന് യു എന്ന് വിളിച്ചു. ഇനി ഇത് ഞാൻ ചെയ്യാൻ പോവുകയാണ്, യു ഈസ് ഈക്വൽ ടു 1 ബൈ ഡി പ്ലസ് 1 ഇൻറ്റു ഈ സാധനമാണ്. അപ്പൊ നമ്മൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്, 1 ബൈ ഡി മൈനസ് എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡി എക്സ് ആണ് അല്ലെ. ഡി മൈനസ് എ ഫോർമുല ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 ഡി മൈനസ് -1 എന്ന് വിളിച്ചു. അപ്പൊ എ എന്ന് പറയുന്നത് ആരാണ്, -1 ആണ് അല്ലെ. അപ്പൊ ഞാൻ ഈ ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഇ റൈസ് ടു എ എക്സ്. സോ ഇ റൈസ് ടു മൈനസ് എക്സിന് പകരം ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ മൈനസ് ടി ഇന്റഗ്രൽ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഫംഗ്ഷൻ ആണ്, ഇവിടെ കിടക്കുന്ന ഫംഗ്ഷൻ 1 ബൈ 1 മൈനസ് ഇ റൈസ് ടു ടി ദ ഹോൾ സ്ക്വയർ, ഇ റൈസ് ടു മൈനസ് എ എക്സ്, ഇ റൈസ് ടു -1 അല്ലെ, ഇ റൈസ് ടു -1, നമ്മുടെ എ എന്ന് പറയുന്നത് -1 ആണ്, അപ്പൊ അത് പ്ലസ് ആയി, ഇ റൈസ് ടു 1 ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഇ റൈസ് ടു ടി. നെക്സ്റ്റ് നോക്കിയേ, ഈ ഇ റൈസ് ടു മൈനസ് ടി അപ്പുറത്ത് കൊണ്ടുപോയി, ലാസ്റ്റ് ഒരുമിച്ച് എഴുതാം, ഇ റൈസ് ടു മൈനസ് ടി അപ്പുറത്ത് കൊണ്ടുപോയി ഇ റൈസ് ടു ടി എന്ന് എഴുതി, ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഈ ഒരു സാധനമാണ് നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു ടിനെ ഞാൻ ഇസഡ് എന്ന് വിളിക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ഇ റൈസ് ടു ടി ഡി ടി ഈസ് ഈക്വൽ ടു ഡി ഇസഡ്, മൈനസ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇ റൈസ് ടു ടി ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഇസഡ്. അപ്പൊ നോക്കിയേ, ഇ റൈസ് ടു ടി ഡി ടിക്ക് പറഞ്ഞ ഡി ഇസഡ് എന്ന് എഴുതി, ഈ സാധനത്തിന് വേറെ ഇസഡ് കൊടുത്തു, 1 ബൈ ഇസഡ് സ്ക്വയർ ഡി ഇസഡ്, മൈനസ് ഞാൻ പുറത്തു എഴുതി. അപ്പൊ മൈനസ് ഇന്റഗ്രൽ ഇസഡ് സ്ക്വയർ ഞാൻ മുകളിൽ എഴുതി കഴിഞ്ഞാൽ ഇസഡ് റൈസ് ടു -2 ഡി ഇസഡ്. ഇനി എനിക്കറിയാം എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താണ്, എക്സ് റൈസ് ടു എൻ പ്ലസ്
1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണ്. അപ്പൊ z റേസ് ടു -2 ആകുമ്പോൾ z റേസ് ടു -2 പ്ലസ് 1 അതായത് -1 z റേസ് ടു -1 ഡിവൈഡഡ് ബൈ -1 ഈ മൈനസും ക്യാൻസൽ ആവുന്നു. z റേസ് ടു -1 എന്ന് പറയുന്നത് 1 ബൈ z ആണ്. സോ 1 ബൈ z ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ z എന്ന് പറയുന്നത് 1 മൈനസ് ഇ റേസ് ടു ടി ആണ് അല്ലെ. അപ്പൊ u ഇൻറ്റു ഇ റേസ് ടു -t എന്നാണ് ഇവിടെ കിടക്കുന്നത്. സോറി u ഇൻറ്റു ഇ റേസ് ടു ടി എന്നാണ് ഇവിടെ കിടക്കുന്നത്. ഇ റേസ് ടു ടി വീണ്ടും തിരിച്ച് അപ്പുറത്ത് പോകുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു -t ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു ടി എന്ന് എഴുതാം അല്ലെ. അപ്പൊ y ഈസ് ഈക്വൽ ടു 1 ബൈ ഡി പ്ലസ് 1 ഇൻറ്റു യു എന്നാണ് നമ്മൾ എഴുതിയത്. സോ 1 ബൈ ഡി പ്ലസ് 1 ഇൻറ്റു ഈ ഒരു യു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും അതേ ഇക്വേഷൻ നമ്മൾ ആവർത്തിക്കുന്നു അല്ലെ. ഇവിടെയും നേരത്തെ പോലെ തന്നെ വരും. ഇ റേസ് ടു എ എക്സിന് പകരം ഡി -1 എന്ന് എഴുതുമ്പോൾ ഇ റേസ് ടു -t ഇന്റഗ്രൽ ഇ റേസ് ടു -t ബൈ 1 മൈനസ് ഇ റേസ് ടു ടി ഇ റേസ് ടു -ax എന്ന് പകരം ഇ റേസ് ടു ടി ഡി ടി. നേരത്തെ ചെയ്ത അതേ പ്രോസസ് ഞാൻ എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തു. ഇ റേസ് ടു -t ഇൻറ്റു ഇ റേസ് ടു ടി 1 ആയിട്ട് അത് ക്യാൻസൽ ആയി പോകും. നെക്സ്റ്റ് ഇ റേസ് ടു -t ഇൻറ്റു ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു ടി ഡി ടി ആണ്. അപ്പൊ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന ആളെ തന്നെയാണ്. ഇ റേസ് ടു ടി എക്സ് എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ ഇ റേസ് ടു ടി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. സോ അപ്പുറം ഇപ്പുറം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ റേസ് ടു ടി ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് വരും. ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഇ റേസ് ടു ടി ദാറ്റ് ഈസ് ഡി എക്സ് ബൈ എക്സ് എന്ന് വരും അല്ലെ. ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. സോ ഇ റേസ് ടു -t പകരം ഇ റേസ് ടു ടി എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഇ റേസ് ടു -t എന്തായിരിക്കും? 1 ബൈ ഇ റേസ് ടു ടി ദാറ്റ് ഈസ് 1 ബൈ എക്സ് എന്ന് വരും. കറക്റ്റ് അല്ലേ? അപ്പൊ ഞാൻ 1 ബൈ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഡി ടിക്ക് പകരം ഡി എക്സ് ബൈ എക്സ് കൊടുത്തു. കറക്റ്റ് അല്ലേ? അപ്പൊ നോക്കിയേ 1 ബൈ എക്സ് ഇൻറ്റു ഈ എക്സ് അകത്ത് എഴുതി 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് 1 ബൈ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഈ സാധനത്തിന് പകരം നമ്മൾക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് മാറ്റി എഴുതാൻ പറ്റും. ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ എങ്ങനെ എഴുതുന്നത്? നമ്മൾ എ ബൈ എക്സ് പ്ലസ് ബി ബൈ 1 മൈനസ് എക്സ് എന്ന് എഴുതും. ഇത് ക്രോസ് ചെയ്യും, ക്രോസ് ചെയ്ത് ഡിനോമിനേറ്റർ കളയും അല്ലെ. 1 ബൈ ഈ സാധനം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇതേ പ്ലസ് ബി ഇൻറ്റു ഇതേ ഡിവൈഡഡ് ബൈ ഇതാണ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ് വരും. എന്നിട്ട് നമ്മൾ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻസിന് ഇക്വേറ്റ് ചെയ്യാം ആദ്യം. ഇവിടുത്തെ കോൺസ്റ്റൻസ് 1 ആണ്. ഇവിടെ എ ഇൻറ്റു 1 എ, ഇവിടെ ഒന്നും കോൺസ്റ്റൻസ് വരത്തില്ല. സോ എ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ എന്ത് കിട്ടും? എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. ഇവിടെ എ ഇൻറ്റു മൈനസ് എക്സ്, അപ്പൊ മൈനസ് എ എന്ന് വരും എക്സിന്റെ കൂടെ കിടക്കുന്ന ആള്, പ്ലസ് ബി എക്സ്, അപ്പൊ എക്സിന്റെ കൂടെ ബി ഉണ്ട്. അപ്പൊ മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു 0, ബി ഈക്വൽ ടു എ ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലെ. ബി ഈ മൈനസ് എ അപ്പുറത്ത് പോകുമ്പോൾ എ ആവും. ബി ഈക്വൽ ടു എ ഓൾറെഡി 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ ഇത് എഴുതുമ്പോൾ എ ബൈ എക്സിന് പകരം 1 ബൈ എക്സ് പ്ലസ് 1 ബൈ 1 മൈനസ് എക്സ് എന്നാവും. അപ്പൊ ആ രീതിയാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യാൻ നേരത്ത് 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് എക്സ് ആണ്. 1 ബൈ 1 മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് 1 മൈനസ് എക്സ് ആണ്. പിന്നെ ഈ മൈനസ് കിടക്കുന്നതുകൊണ്ട് ബൈ 1 എന്ന് വരും, ബൈ -1 എന്ന് വരും. എക്സിന്റെ കൂടെ കിടക്കുന്ന ആരാണോ അത് താഴെ എഴുതണം. ഈ ബൈ -1 നമുക്ക് എങ്ങനെ എഴുതാം? മേളിൽ കൊണ്ടുപോയിട്ട് മൈനസ് ലോഗ് 1 മൈനസ് എക്സ് എന്ന് എഴുതാം. സോ ആ രീതിയിൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് എഴുതാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 1 ബൈ എക്സിന്റെ ലോഗ് എക്സ് മൈനസ് ലോഗ് 1 മൈനസ് എക്സ്. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ് അല്ലെ. ആ ഫോർമുല ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ലോഗ് എക്സ് ബൈ ലോഗ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. സോ y ഈക്വൽ ടു സി എഫ് പ്ലസ് പി ഐ ആണെന്ന് എനിക്കറിയാം. സി എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സി എഫ് ഞാൻ എഴുതിയേക്കുന്നത് എന്തായിരുന്നു? നോക്കിയേ, സി എഫ് എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത് C1 പ്ലസ് C2 ടി ഇ റേസ് ടു മൈനസ് ടി ആണ്. അപ്പൊ ഈ ടി മാറ്റി ഞാൻ എന്ത് ചെയ്യുന്നു? ടിക്ക് എക്സ് കൊടുക്കുമ്പോൾ C1 പ്ലസ് C2 ലോഗ് എക്സ് 1 ബൈ എക്സ് എന്ന് കിട്ടും അല്ലെ. ഈ സാധനത്തിന് നമ്മൾ ടി കൊടുക്കുമ്പോൾ, ടിക്ക് പകരം എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. സോ ആ സാധനമാണ് ഞാൻ അവിടെ എടുത്ത് എഴുതുന്നത്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് C1 പ്ലസ് C2 ലോഗ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 1 ബൈ എക്സ് ലോഗ് എക്സ് ബൈ 1 ബൈ എക്സ്. ഇതാണ് നമ്മൾക്ക് ആൻസർ കിട്ടുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തു പഠിക്കുക. ഓക്കെ.